ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇവർ വിവാഹിതരായ സീരിയലിന്റെ നാളത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സൗഭാഗ്യപുരത്ത് ഒരു ഓർഡർ നമ്മുടെ വീണ്ടും ഭൂമിക്ക് കിട്ടാണ്. അവിടെ ഒരു പൂജ നടക്കുന്നുണ്ട്, കുടുംബ പൂജ. ആ പൂജയ്ക്ക് വേണ്ട പായസവും ഉണ്ണിയപ്പവും മധുരപലഹാരങ്ങളും എല്ലാം തന്നെ ഭൂമിയെടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഓർഡർ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഭൂമിക്ക് ഭയങ്കര സന്തോഷമാണ്, കാരണം തൻ്റെ അച്ഛൻ്റെ ചികിത്സക്ക് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഇതുപോലത്തെ ഓർഡറും കാര്യങ്ങളൊക്കെ കുറച്ച് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് ഭൂമി വിചാരിക്കണം. അങ്ങനെ നല്ലൊരു തുക തന്നെ മുത്തശ്ശി ഓഫറും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭൂമി നല്ല രീതിയിൽ തന്നെ പലഹാരങ്ങളും സാധനങ്ങളൊക്കെ വെച്ചുണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്യുതൻ വീട്ടിലേക്ക് വരുന്നുണ്ട്. ആഹാ, കൊള്ളാലോ, ഇന്ന് വലിയൊരു ഓർഡറാണ് മോൾക്ക് കിട്ടിയെന്ന് തോന്നണല്ലോ. അതെ അച്ഛാ, നല്ലൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. അച്ഛൻ എൻ്റെ കൂടെ വരുന്നുണ്ടോ? എനിക്കിതെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. നാളെ അവരുടെ വീട്ടിൽ ഒരു പൂജ നടക്കുന്നുണ്ട്. ആ പൂജക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാ ആണോ? അതിലെന്താ, ഞാൻ സഹായിക്കാം മോളെ. നമുക്ക് നമ്മുടെ വണ്ടിയിൽ പോകാം. എൻ്റെ പൊന്നച്ഛ, അവിടെ പൂജ നടക്കുന്നത് നാളെയാണ്. കറക്റ്റ് സമയത്ത് സാധനങ്ങൾ അവിടെ എത്തിക്കണം. നമ്മുടെ വണ്ടി പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമെന്നില്ല അച്ഛൻ. നമുക്കൊരു ഓട്ടോ വിളിച്ചു പോകാം. ദേ മോളെ, എന്നെയും എൻ്റെ വണ്ടീനെയും കുറ്റം പറയരുത്. എനിക്കത് സഹിക്കില്ല. എൻ്റെ വണ്ടി എന്താണെന്ന് മോൾക്കറിയാലോ, എൻ്റെ ജീവനാണ്. അതുകൊണ്ട് മോൾ അങ്ങനെ പറയല്ലേ കേട്ടോ. അയ്യോ അച്ഛ, സോറി. ശരി, നമുക്ക് ആ വണ്ടിയിൽ തന്നെ പോകാം. നാളെ ആ വണ്ടി നിൽക്കില്ല. അങ്ങനെ പറയണം. അപ്പൊ നാളത്തേക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാണല്ലോ അല്ലേ അച്ഛാ? എല്ലാം റെഡിയാണ്. പായസം നാളെ വെച്ചാൽ മാത്രം മതി. ശരിയെങ്കിൽ നാളെ നമുക്കെന്നാ അവിടെ കൊണ്ടുപോകാം. എൻ്റെ മോളുടെ കൂടെ ഞാനും ഉണ്ട്. പിന്നെ മുത്തശ്ശി പറഞ്ഞിരിക്കണത്, മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? അല്ല, ആ തറവാട്ടിലൊരു മുത്തശ്ശി ഉണ്ട്, നല്ല മുത്തശ്ശിയാ. എന്നെ കൊച്ചുമകളെ പോലെയാ മുത്തശ്ശി കാണുന്നതെന്നാ എന്നോട് പറഞ്ഞത്. മുത്തശ്ശി പറഞ്ഞത് പൂജയ്ക്ക് ഞങ്ങളും കൂടെ വേണമെന്നാ പറഞ്ഞത്. അയ്യോ മോളെ, ഞാൻ മോളെ വേണമെങ്കിൽ കൊണ്ടേ ആക്കാം, പക്ഷെ പൂജക്കൊന്നും നിൽക്കാൻ വയ്യ മോളെ. എന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത്? പൂജക്കൊക്കെ നിൽക്കുന്നത് നല്ല കാര്യമല്ലേ അച്ഛൻ? ഒന്നും പറയണ്ട, 2-3 മണിക്കൂറിലെ കാര്യമല്ലേ. നമുക്ക് ആ പൂജ കണ്ടിട്ട് തിരിച്ചു വരാ അച്ഛാ. എന്നാ മോളുടെ ഇഷ്ടം എന്ന് പറയാണ്. അങ്ങനെ രാവിലെ അതിരാവിലെ തന്നെ നമ്മുടെ ഭൂമിയാണെങ്കിൽ പായസവും ഉണ്ണിയപ്പവും മധുര പലഹാരങ്ങളും പൂജക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ റെഡിയാക്കി നമ്മുടെ അംബാസിഡറിന്റെ ഉള്ളിലേക്ക് കയറ്റുവാണ്. അങ്ങനെ അച്യുതനും ഭൂമിയും കൂടി രാവിലെ തന്നെ പുറപ്പെടുവാട്ടോ. എവിടേക്ക്? സൗഭാഗ്യപുരത്തേക്ക്. അപ്പോഴും നമ്മുടെ നമ്മുടെ അച്യുതൻ അറിയില്ല ഇത് ഇവിടേക്കാണ് വരുന്നതെന്ന്. ഒരു വീട്ടിൽ തറവാട്ടിലേക്ക് പോകണമെന്ന് മാത്രമേ ഭൂമി പറഞ്ഞിട്ടുള്ളൂ, ഈ സ്ഥലമാണെന്ന് പറഞ്ഞില്ല. മോള്, ഇതാണോ മോള് പറഞ്ഞ സ്ഥലം? അതെ, ഇതാ. എന്താ അച്ഛാ, ഇവിടേക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. അതെന്ത് പറ്റി? ഇത്രയും വലിയ വീട്ടിലേക്ക് വരാൻ മടിയാ മോളെ, അതുകൊണ്ടോ? ഓ, അത് തന്നെയാണോ സത്യം? അല്ല, അച്ഛനെ വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? ആ മോള് വാ, നമുക്ക് സാധനങ്ങളൊക്കെ എടുത്തു വെക്കാം എന്ന് പറയണം. അങ്ങനെ തന്റെ സ്വന്തം തറവാട്ടിലേക്ക് നമ്മുടെ ഭൂമി വലത് കാല് വെച്ച് നാളെ കയറുവാണ്. അവിടെ കയറുമ്പോൾ തന്നെ വല്ലാത്തൊരു കാറ്റും വല്ലാത്ത അന്തരീക്ഷമൊക്കെ ഒരു പോസിറ്റീവ് വൈബ് പോലെ ആട്ടോ. നല്ലൊരു പെട്ടെന്ന് ഇവിടെ നിന്നൊക്കെ ഭൂമിക്ക് ഒരു പെട്ടെന്നൊരു എനർജി കിട്ടുന്ന പോലെ ഭൂമി പറയുന്നുണ്ട്. ഈ വീട്ടിലേക്ക് വന്നപ്പോൾ ഒരു പോസിറ്റീവ് വൈബ് പോലെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ് വരുന്ന പോലത്തെ ഒരു ഫീലാണ് അച്ഛാ എന്നൊക്കെ പറയണം. അപ്പൊ അച്യുതനെ പഴയ കാര്യങ്ങൾ ഓർമ്മ വരാണ്. ഈശ്വര, ഈ വീട്ടിലെ കുട്ടി തന്നെയാണ് ഇവള്. ഈ വീട്ടിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഇവള് തന്നെ ഇപ്പോൾ ഓടി നടക്കുവാണ്. ആ പെണ്ണുമ്പുള്ള എങ്ങനെ ഇവിടെ ഉണ്ടാവോ എന്ന് അച്യുതൻ വിചാരിക്കുകയാണ്. അല്ല, അച്ഛൻ എന്തെങ്കിലും ആലോചിക്കണത്? ഒന്നുമില്ല മോളെ, പാൽപ്പായസം എവിടെ വെക്കണമെന്ന് ആലോചിക്കായിരുന്നു. അത് ഞാൻ മുത്തശ്ശിയെടുത്ത് ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമി അകത്തേക്ക് പോവാണ്. മുത്തശ്ശി, മോളെത്തിയോ? എത്തി മുത്തശ്ശി. അല്ല, പായസം ഉണ്ണിയപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം ദേ പൂജക്കുള്ള കൂട്ടത്തിൽ വെച്ചോളൂ മോളെ എന്ന് പറയാണ്. അങ്ങനെ പലഹാരങ്ങളും സംഭവങ്ങളൊക്കെ തന്നെ അവിടെ വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അച്യുതന്റെ നോട്ടം ഫുള്ളും ഭവാനിയാണ്. ഭവാനി അങ്ങനെ അവിടെ ഉണ്ടാവോ എന്നൊരു ചിന്തയാണ് നമ്മുടെ അച്യുതന്. പക്ഷെ ഭവാനി അവിടെ ഉണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നില്ല. ഭവാനി അഞ്ജലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എവിടെ എത്തി? മുത്തശ്ശി പറഞ്ഞതല്ലേ രാവിലെ 9 മണിക്ക് പൂജ തുടങ്ങുമെന്ന്. നീ എവിടെ എത്തി? ഓ അമ്മേ, പൂജയൊക്കെ ഭയങ്കര ബോറിംഗ് ആണമ്മേ. ഞാൻ ഇരിക്കണോ നിർബന്ധമാണോ? എൻ്റെ പൊന്നു മോളെ, നീ ഇരിക്കണം. പിന്നെ വരുമ്പോൾ നീ സാരി ഉടുത്തിട്ട് വേണം വരാൻ. എനിക്കൊന്നും വയ്യ, എനിക്ക് സാരി ഉടുക്കാനൊന്നും വയ്യ. ഞാനിപ്പോൾ വണ്ടിയിലാണ്, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് സാരി ഉടുക്കാം. ശരി മോൾ എത്രയും പെട്ടെന്ന് വാ. നിന്റെയും അജയന്റെ വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങും കൂടി ഈ പ്രാവശ്യം മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പൊ അജയന്റെ മനസ്സ് കീഴടക്കുന്ന രീതി നീ നടക്കണം കേട്ടോ. അതൊക്കെ ഞാൻ എന്തായാലും ചെയ്തോളാമേ എന്നൊക്കെ അഞ്ജന പറയണം. അങ്ങനെ പൂജക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭൂമി എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമ്മുടെ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷമാണ്. മുത്തശ്ശി ചോദിക്കണ്ടല്ല, മോൾക്ക് ഈ പൂജയുടെ കാര്യങ്ങളൊക്കെ അറിയാവോ? അറിയാം മുത്തശ്ശി. അമ്പലത്തിൽ എപ്പോഴും നേദിക്കാനുള്ള പായസം ഉണ്ണിയപ്പൊക്കെ ഞാനല്ലേ കൊണ്ടേ കൊടുക്കണത്. അപ്പൊ ഈ പൂജയും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു പരിചയമുണ്ട്, അതുകൊണ്ടിട്ടാണ് പറയണോ. നല്ല കുട്ടിയാണ് മോള് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമി ഓരോന്നൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഭൂമിയുടെ കഴുത്തിൽ ആ മാല ഉണ്ടല്ലോ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശി ഇട്ട് കൊടുത്ത ആ ഒരു മാല, ആ മാല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടി വീഴുന്നുണ്ട്. പക്ഷെ അത് മുത്തശ്ശി കണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ആ മാല കാണിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ സമയത്ത് ദേ വരുന്നു സത്യനെ കാണുമ്പോൾ ഭൂമി ഷോക്കാവാണ്.
സർ, സത്യൻ സാറല്ലേ? ആ, ഭൂമി താനെന്താ ഇവിടെ? അല്ല, ഇവിടെ പൂജക്കുള്ള സാധനങ്ങൾ, പായസം, ഉണ്ണിയപ്പം ഒക്കെ ഞാനാ ഇവിടെ തയ്യാറാക്കിയതാണോ? ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ഇത് സാറിന്റെ വീടാണോ? അതെ, ഇത് എന്റെ വീടാണ്. അപ്പൊ മുത്തശ്ശി പറഞ്ഞു, ഇത് എന്റെ മൂത്ത മകനാ സത്യൻ. ആ, എനിക്കറിയാം, പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ കണ്ടിരുന്നു എന്ന് പറയാണ്. ഭൂമിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കണ്ടേ, ഈശ്വര, അപ്പൊ ഇയാൾ ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ, ഈ സത്യം എന്ന് പറഞ്ഞ ഈ സാറ് ഈ വീട്ടിലാണെങ്കിൽ ആ അജയന്റെ അമ്മാവനോ ചെറിയച്ഛനോ ആരെങ്കിലും ആയിരിക്കുമല്ലോ, ഇയാളോട് തന്നെയാണല്ലോ ഈശ്വര പോലീനെ കുറിച്ച് കുറ്റം പറഞ്ഞത് എന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. സത്യം പറഞ്ഞ മോൾ എന്താ ആലോചിക്കണമെന്ന് എനിക്ക് അറിയാം കേട്ടോ. അജയ് എന്റെ, ശരിക്കും പറഞ്ഞാൽ എന്റെ അതാണ് എന്റെ പെങ്ങളുടെ മകനാണെന്ന് പറയണം. അതിനെക്കുറിച്ച് മോൾ എന്നോട് കുറ്റം പറഞ്ഞതിനെ കുറിച്ചാണ് ആലോചിക്കണം. അയ്യോ സോറി സാർ, ഞാൻ അറിഞ്ഞിരുന്നില്ല. അജയ് സാറിന്റെ റിലേറ്റീവ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല, അന്ന് അറിയാതെ പറഞ്ഞു പോയതാണ്. അതൊന്നും കുഴപ്പമില്ലടോ, തന്റെ പ്രായത്തിൽ ഇതുപോലത്തെ കുരുത്തക്കിടക്കിനെ ഞാനും കാണിച്ചിട്ടുണ്ട്. താൻ വരുന്നുണ്ടോ? എന്റെ റൂം കാണിച്ചു തരാം. അതിനെന്താ എന്ന് പറയാണ്. അല്ല, താൻ ആരെയും നോക്കണത്? എന്റെ അച്ഛൻ വന്നിരുന്നു. ആണോ? അച്യുതൻ എന്നല്ലേ പേര് പറഞ്ഞത്? അതെ. എന്നിട്ട് എവിടെ പോയ ആള്? അച്ഛനെ ഈ പൂജയും കാരണം വലിയ താല്പര്യമില്ല, ചിലപ്പോൾ പുറത്തെങ്ങാനും പോയി നിൽക്കുന്നുണ്ടാകും എന്ന് പറയാണ്. താൻ എന്തായാലും ഭാഗത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഭൂമിനെയും കൂട്ടിക്കൊണ്ട് സത്യൻ റൂമിലേക്ക് പോവാണ്. ആ റൂം കാണുമ്പോൾ ഭൂമി ഞെട്ടിപ്പോണ്. വലിയൊരു റൂമാട്ടോ. അതിൽ വലിയൊരു മതിൽ മുഴുവനും മകളുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. 2.5 വയസ്സുള്ള തന്റെ മകളുടെ ഫോട്ടോ, അഭിരാമിയുടെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ് മതിൽ മുഴുവനും. അത് കാണുമ്പോൾ നമ്മുടെ ഭൂമി ചോദിക്കണ്ടേ, സർ ഇത് സാറിന്റെ മോളാണോ? അതെ, എന്റെ മോൾ അഭിരാമി. നല്ല പേര്, അഭിരാമി, നല്ല കുട്ടി. അല്ല, മോളിപ്പോ എന്ത് ചെയ്യുവാ? മോള് പുറത്താണോ പഠിക്കണത്? 2.5 വയസ്സുള്ള ഫോട്ടോ വരെയുള്ളല്ലോ, ബാക്കി പ്രായത്തിലുള്ള ഫോട്ടോസ് ഒന്നും എന്താ ഇല്ലാത്തത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന സത്യം പറയണ്ട്, എന്റെ മോളെ 2.5 വയസ്സിൽ എനിക്ക് നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോയൊന്നും ഇല്ല. അയ്യോ സോറി സർ, എനിക്ക് അറിയില്ലായിരുന്നു സാറിന്റെ ജീവിതം ഇത്ര ഒരു ട്രാജഡിയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വൈഫിനെ മോളെ ഒരുമിച്ചാണ് നഷ്ടപ്പെട്ടതെന്ന് പറയണം. അതൊക്കെ കേൾക്കുമ്പോൾ ഭൂമിക്ക് സങ്കടമാവുന്നുണ്ട് കേട്ടോ. ഭൂമി ആ കുട്ടിയുടെ ഫോട്ടോ നോക്കാണ്. ആ ഫോട്ടോയും ഭൂമി അടുത്തടുത്ത് നിൽക്കുമ്പോൾ നമ്മുടെ സത്യന് വല്ലാത്തൊരു ശരിക്കും സിമിലാരിറ്റി തോന്നുന്നു കേട്ടോ. കാരണം അതേപോലത്തെ മുഖം, അതേപോലത്തെ നോട്ട, തന്റെ ഭാര്യ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഭൂമി ഇരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് നമ്മുടെ സത്യന്റെ മുഖം ആകെ മാറുവാണ്. ഭൂമി പറഞ്ഞിട്ട്, സോറി സർ, ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ സാറിന് ബുദ്ധിമുട്ടായല്ലേ, സാറിന് വിഷമമായല്ലേ? അതൊന്നും കുഴപ്പമില്ല ഭൂമി, ഇവരെ കുറിച്ചുള്ള ഓർമ്മ ഓരോരോ സെക്കൻഡ് എന്റെ മനസ്സിലുണ്ടാകും, അതുകൊണ്ട് എനിക്ക് വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല ഭൂമി, എപ്പോഴും മനസ്സിലൊരു നോവായിട്ട് അങ്ങനെ കിടക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്റെ മോളെ കാണുമ്പോൾ തന്നെ ഓർമ്മ വരുന്നുണ്ട്. എന്റെ മോളുടെ ഫോട്ടോ കണ്ടില്ലേ, തനിക്ക് തന്റെ പോലെ തോന്നണില്ലേ എന്ന് ചോദിക്കുകയാണ്. ശരിയാ സർ, എനിക്കും ഈ ഫോട്ടോ കാണുമ്പോൾ എന്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ പോലെ തോന്നുന്നുണ്ട് എന്ന് ഭൂമിയും പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കുന്ന അഞ്ജനയാണ്. ഒരു അഹങ്കാരം പിടിച്ച ഒരു പെൺകുട്ടിയാണ് കേട്ടോ അഞ്ജന. വീട്ടിൽ വരുമ്പോ തന്നെ ഭവാനി അഞ്ജനയുടെ കൈ പിടിച്ച് വേഗം റൂമിലേക്ക് കയറ്റുവാണ്. എന്ത് കോലുവാടി ഇത്, നിനക്കറിയില്ലേ മുത്തശ്ശിക്ക് ഇങ്ങനെ പരിഷ്കാരി പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങളെ ഇഷ്ടമല്ലെന്ന്. അത് മാത്രല്ല, അജയ്ക്കും വലിയ മോഡേൺ ആയിട്ടുള്ള പെണ്ണുങ്ങളെ ഇഷ്ടമൊന്നുമല്ല. അമ്മേ, എനിക്ക് ഈ വേഷമാണ് ഇഷ്ടം, എനിക്ക് ഇഷ്ടപ്പെട്ട വേഷം ഞാൻ ധരിക്കുള്ളൂ. ആയിക്കോട്ടെ, ഇവിടെ നിന്നൊരു പൂജ നടക്കുമല്ലേ, നീ ഒരു കാര്യം ചെയ്യ്, ആ മാല എവിടെ? അതൊന്നും എനിക്കിടാൻ വയ്യ. കൂട്ടുകാരൊക്കെ കളിയാക്കാണ്, പഴയ സ്റ്റൈല് മാല. എന്നാൽ അതെടുത്ത് ഇടടി, മുത്തശ്ശിയുടെ കണ്ണിൽ പൊടിയിടാനാണെങ്കിലും ആ മാല നീ എടുത്തിട്. അങ്ങനത്തെ 2 മാല മുത്തശ്ശി ഉണ്ടാക്കിയിരുന്നു, ഒരെണ്ണം നിനക്കും പിന്നെ കാണാതായ അഭിരാമിക്കും. അതെന്തായാലും അവള് പോയി. ഇപ്പൊ അതുകൊണ്ട് നീ ആ മാല ഇട്ടിട്ട് സാരി എടുത്തിട്ട് വന്ന് നിൽക്കണം. മുത്തശ്ശി ഇന്ന് എന്തായാലും നിന്റെ അജയന്റെ കാര്യം എല്ലാവരോടും തുറന്നു പറയാൻ വേണ്ടി പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മാല അണിയിപ്പിച്ചു കൊടുക്കുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അപ്പൊ ആ മാല അവിടെ 2 പേരുടെ കഴുത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ഭൂമിയുടെ കഴുത്തിലും പിന്നെ അഭിരാമിയുടെ കഴുത്തിലും. സോറി, അഭിരാമിയാണല്ലോ ഭൂമിയുടെ കഴുത്തിലും പിന്നെ ഒന്ന് അഞ്ജനയുടെ കഴുത്തിലും. അങ്ങനെ അഞ്ജന അടുക്കളയിൽ പോകുമ്പോഴാണ് ഭൂമിനെ കാണുന്നത്. അഞ്ജനയും ഭൂമിയും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്ന ഭാഗമാണ് കേട്ടോ. അഞ്ജന എന്തൊക്കെയോ പറഞ്ഞ് ഭൂമിനെ കയറുന്നുണ്ട് കേട്ടോ. വെറുതെ എന്തൊക്കെയോ പറഞ്ഞ് അനാവശ്യമൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഭൂമിക്ക് ദേഷ്യം വന്ന് അഞ്ജനയുടെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുകയാണ്. ഇത് കാണുമ്പോൾ അജയ്ക്ക് സന്തോഷമാവാണ്. കാരണം അഞ്ജനയ്ക്ക് ഒരു അടിയുടെ കുറവുണ്ട്, അഹങ്കാരം തലക്ക് പിടിച്ച പെണ്ണാണ്. അജയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്നൊക്കെ ഇങ്ങനെ അജയ്ക്ക് അതുകൊണ്ട് അജയ്ക്ക് സന്തോഷമാവുന്നുണ്ട്. അവൾക്ക് ആ അഹങ്കാരത്തിന് കിട്ടേണ്ടത് കിട്ടി എന്ന് അജയും വിചാരിക്കണം. അതെല്ലാം തന്നെ കണ്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ അജയും അതുപോലെ സത്യനും. അവരൊന്നും മിണ്ടുന്നില്ല. അഞ്ജനയ്ക്ക് കൊടുക്കേണ്ടത് നമ്മുടെ ഭൂമി കൊടുത്തു, അങ്ങനെ അവര് വിചാരിക്കുന്നുള്ളൂ. അഞ്ജന അഹങ്കാരം പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തോ നടക്കുന്നുണ്ട്. ആൾക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇടക്കിടക്ക് ഫോണിൽ സംസാരവും ഉണ്ട്, കൊഞ്ചിക്കൊഴിയുടെ സംസാരവും ഉണ്ട്. അപ്പൊ എന്തായാലും അങ്ങനത്തെ കുറെ ഭാഗങ്ങൾ നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളത്തെ എപ്പിസോഡ് നമുക്ക് ഇങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ താഴെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ഈ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. അപ്പൊ എങ്കിൽ മാത്രമേ എനിക്ക് ഇതിന്റെ റീമേക്ക്, അതായത് ഒറിജിനൽ വേർഷന്റെ റിവ്യൂ പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ ഭാഗം കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.